ചെറിയൊരു മിനി വ്ളോഗാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വൈക്കത്ത് അമ്പലത്തിൽ പോയിരുന്നു. അഷ്ടമിയായിരുന്നല്ലോ. അവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ പോയി. ഒരു ദിവസം നമ്മൾ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തിരിച്ചു പോകാൻ ടിക്കറ്റൊന്നും കിട്ടിയില്ല. അകത്ത് കയറാനൊന്നും പറ്റില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ടില്ലാതെ 2 ഡൈനോസറിൻ്റെയും പരുന്തിൻ്റെയൊക്കെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് 60 രൂപ കൊടുത്താണ് കയറത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കയറി. ആദ്യം കയറുമ്പോൾ തന്നെ അവതാര സിനിമയുടെ ഒരു വിഷ്വലൈസേഷനാണ്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാണാത്തവർക്ക് ഇത് ചുമ്മാ ഇങ്ങനെ കണ്ടിറങ്ങാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് കുറേ സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. തുണിയുടെയും കമ്മൽ, പിന്നെ പിള്ളേരുടെ കളിപ്പാട്ടം, അച്ചാർ, അങ്ങനെ പല സ്റ്റോറും അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഒരു മറ്റേ റിമോട്ടിൻ്റെ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ അടുത്തോട്ടൊക്കെ വരത്തില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറേ പിള്ളേരിങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഈ മറ്റേ പിള്ളേരുടെ കളിക്കുന്ന ഇതിനകത്തോടൊക്കെയാണ്. തൊട്ടിയാട്ടം അങ്ങനത്തെ കുറേ സാധനമില്ല, അതിനകത്തോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. തൊട്ടിയാട്ടത്തിൽ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ലെന്നല്ല, പേടി കൊണ്ട് കയറാഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്താണ്ടൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പേടി. പിന്നെ ഈ സാധനത്തിലും കയറണം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആൾക്കാരുടെ ഈ കൂവലും ബഹളവും കരച്ചിലും ഒക്കെ കേട്ടപ്പം വേണ്ടെന്ന് പറഞ്ഞു. പിള്ളേരും പേടിച്ചു. അതുകൊണ്ട് അവരും പറഞ്ഞു അതിനകത്തൊന്നും കയറണ്ടെന്നും പറഞ്ഞ് അവരിങ്ങ് മാറി നിന്നു. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും കയറിയില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ അവനകത്ത് ആൾക്കാരിങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്തൊരു പേടി. അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ പോകുന്നു. പിന്നെ കേശുവിന് മറ്റേ ഗിയർ നിറച്ച സാധനം അതിനകത്ത് കയറണം എന്ന് പറഞ്ഞു. അതിനകത്ത് അവനെ കയറ്റി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു. വേറെ ഒന്നിനകത്ത് അവന് കയറണ്ട, ഇതിനകത്ത് മാത്രം കയറിയാൽ മതി. എല്ലാ കൊല്ലവും നമ്മൾ പോകുമ്പോൾ ഇതിനകത്താണ് അവൻ കയറുന്നത്. അതുകൊണ്ട് അവന് അത് മാത്രം മതിയെന്ന് പറഞ്ഞ് അതിനകത്ത് മാത്രമായിട്ട് അവൻ കയറി. പിന്നെ ഈ കപ്പ്, സോസർ, ട്രെയിന്, പിന്നെ മരണക്കർണർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരണക്കർണറൊന്നും കാണാൻ വേണ്ടി നമ്മൾ കയറിയില്ല. അവർക്ക് വേണ്ടാന്ന്, അതൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഈ പിള്ളേർ കളിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനം മതി. അതുകൊണ്ട് അതിനകത്ത് മാത്രമേ നമ്മൾ കയറിയുള്ളൂ. പിന്നെ ഈ സ്കൈ മുകളിൽ പോയി ഇങ്ങനെ ഫുഡ് കഴിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി നല്ല രസമാണ്. അത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ എന്തോ ഒരു അപകടം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് വേണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മളതിനകത്തൊന്നും കയറിയില്ല. ഈ ബീച്ച് ഫെസ്റ്റ് ഇപ്പോഴും നടക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അഷ്ടമിയൊക്കെ കഴിഞ്ഞു. ചിലപ്പം 2-3 ആഴ്ചയൊക്കെ അവരവിടെ ഫെസ്റ്റ് നടത്തിയിട്ടേ പോകത്തുള്ളായിരിക്കും. അവിടെ വിമാനം പോലത്തെ ഒരു സാധനമുണ്ട്. അത് കൊച്ചു പിള്ളേർക്കേ കയറത്തുള്ളൂ. കേശുവിനെ പോലുള്ള പിള്ളേർക്കൊന്നും കയറാൻ വേണ്ടി പറ്റത്തില്ല. തീരെ ചെറിയ പിള്ളേരെ മാത്രമേ കയറ്റത്തുള്ളൂ. ഇത്തവണ മരണക്കിണർ, അതിനകത്ത് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ കയറില്ല. ഈ തൊട്ടിയാട്ടമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. രാത്രിയിൽ ഇങ്ങനെ കാണാൻ വേണ്ടി ലൈറ്റിലൊക്കെ കത്തി. ആൾക്കാർ കുറവായിരുന്നു. നമ്മൾ ഈ അഷ്ടമി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് പോയത്. അതുകൊണ്ട് വളരെ ആൾക്കാർ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് തിരക്കൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് കാണാനൊക്കെ പറ്റി.